السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. وعلى الزوج سكن المفارقة ولو بأجرة. ഈ തലാഖ് ചൊല്ലി പിരിച്ച പെണ്ണിന് താമസം കൊടുക്കൽ നിർബന്ധമാണ് ഭർത്താവിന്. ഏത് തലാഖാണെങ്കിലും, 3 തലാഖ് ചൊല്ലിയാലും അല്ലെങ്കിലൊക്കെ, ഗർഭിണി അല്ലെങ്കിലും കാരണം ഒരു പെണ്ണിനെ നമുക്കവിടെ വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. തലാഖില്ല, പിന്നെ എങ്ങോട്ടാണ് ആ പെണ്ണ് പോവുക? അപ്പോൾ ഇദ്ദ കഴിയുന്നത് വരെ അവൾക്ക് വിവാഹം ചെയ്യാനും പറ്റില്ല. അപ്പം പിന്നെ എന്താ പരിഹാരം? വിവാഹം കഴിയുന്നത് വരെ ഇയാൾ അവളെ താമസിപ്പിക്കണം എന്നുള്ളതാണ്. വാലൽ സൗജി, ഭർത്താവ് നിർബന്ധമാണ്. തലാഖ് ചൊല്ലിയ ഭർത്താവിന് നിർബന്ധമാണ്. സുഖ്ന അഥവാ ഇസ്കാൻ, താമസിപ്പിക്കൽ. അൽ മുഫാറക്ക, തലാഖ് ചൊല്ലിയോ മറ്റോ പിരിച്ച പെണ്ണിനെ താമസിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഓരോ ഉപയോഗത്തിന് വാടകയ്ക്കായാലും മതി. പക്ഷേ മാലം തെക്കുന്നാശ്രിതത്തൻ, തലാഖ് ചെല്ലുമ്പോൾ പിണങ്ങി നിൽക്കുന്നവളല്ലെങ്കിൽ, നല്ല നിലക്ക് പിരിച്ചവളാണെങ്കിൽ, പിണങ്ങിയ പെണ്ണാണെങ്കിൽ പിന്നെ പിണങ്ങിപ്പോയി തെറ്റിപ്പോയ പെണ്ണ് തലാഖ് ചെല്ലുമ്പോൾ പിന്നെ വീട് എന്തിനാ കൊടുക്കേണ്ട ആവശ്യം? നഷസ എന്നാണ് പിണങ്ങിയെന്നാണ്. അങ്ങനെ വീട് കൊടുക്കുമ്പോൾ അവൾക്ക് ഒറ്റക്ക് തന്നെ കൊടുക്കണം. വലൈസ്ലഹു മുസാക്കനതുഹ, അവളോടൊപ്പം താമസിക്കാൻ അയാൾക്ക് പറ്റില്ല. മുസാക്കനത്ത് സക്കനാന താമസിച്ചു, സാക്കന എന്ന് പറഞ്ഞാൽ കൂടെ താമസിച്ചു. വലാ ദുഖൂലു മഹല്ലിൻ ഹിയ ഫീഹി, അവളുള്ള സ്ഥലത്തേക്ക് പ്രവേശിക്കാനും പറ്റില്ല. വലാ ദുഖൂലു മഹല്ലിൻ, ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കാനും പറ്റില്ല. ഹിയ, അവൾ, ഫീഹി, ആ സ്ഥലത്തുണ്ട്. അങ്ങനെ പ്രവേശിക്കണമെങ്കിൽ മെഹ്റം വേണം. മൻതിഫായി നഹ്വിൽ മെഹ്റമിൻ, അവൻ്റെയോ അവളുടെയോ മെഹ്റമില്ലാതെ, വിവാഹബന്ധ നിഷിദ്ധമായ വാപ്പയോ മക്കളോ ഇവരൊന്നുമില്ലാതെ അങ്ങോട്ട് കടന്ന് ചെല്ലലും അനുവദനീയമല്ല. എന്താ കാരണം? യാറുമാരി താലിക്കത് ഹറാമാണ്. വലു ആമൻ, കണ്ണാണാത്താണാണെങ്കിൽ പോലും ഹറാമാണ്. വൈങ്കാന തലാഖ് റജീൻ, റയ്യ തലാഖാണെങ്കിൽ പോലും, തലാഖിഞ്ഞ് റജീയാണെങ്കിൽ പോലും അവിടെയുള്ള സ്ഥലത്തേക്ക് കടന്നു ചെല്ലലും ഹറാമാണ്. എന്താണ് കാരണം? എന്നതാലിക്ക, കാരണം അത് യജുറു, നിമിത്തമാകും, അത് നിമിത്തമാകും, കാരണമാകും. ഇലൽ ഖൽവത്തിൽ മുഹറമതി, അവളുമായിട്ടുള്ള അന്യസ്ത്രീയുമായി കാലിയാവുക എന്ന ഒരു ഹറാമിന് കാരണമാകും. ഖൽവത്ത് പാടില്ലല്ലോ. ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയുമായി മെഹ്റമല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് വിടാൻ പാടില്ല എന്ന നിയമം. അതിന് ഖൽവത്ത് എന്ന് പറയാം. പുരുഷനും സ്ത്രീയും ഒറ്റക്കാവുക. അപ്പോൾ ആ ഖൽവത്ത് കൊണ്ട് ഹറാമ വരും. അതുകൊണ്ട് തന്നെ അയാൾ കയറി ചെല്ലുകയാണെങ്കിൽ വമിൻ സമ്മ, അതുകൊണ്ട് തന്നെ ലസിമഹാ മൻഉഹു, അയാളെ തടയൽ അവൾക്ക് നിർബന്ധമാണ്. ഇൻ ഖദറത്ത് അലൈഹി, അവൾക്ക് തടയാൻ സാധിക്കുമെങ്കിൽ. നമ്മൾ നേരത്തെ പറഞ്ഞിടത്ത്, ഇദ്ദ പറഞ്ഞിടത്ത് നമ്മൾ എന്ത് പറഞ്ഞിരുന്നു എന്നറിയാമോ? അലാ ഹുറത്തിൻ എന്ന് പറഞ്ഞ്, സ്വതന്ത്ര സ്ത്രീയുടെ ഇദ്ദ എന്നാണ് പറഞ്ഞത്. 4 മാസം 10 ദിവസവും. അപ്പോൾ സ്വതന്ത്ര സ്ത്രീയുടെ, അടിമ സ്ത്രീ ആണെങ്കിലോ, ഇപ്പം അടിമ സ്ത്രീകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പറയണമല്ലോ, ഉണ്ടായിക്കൂടായില്ലല്ലോ. അവൾ പിന്നെ സ്വതന്ത്ര സ്ത്രീയുടെ പകുതിയാണ് ചെയ്യേണ്ടത്. 3 മാസം, 1.5 മാസം, 2 മാസം, 4 മാസം 10 ദിവസം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പകുതി. പക്ഷെ പകുതി ഇങ്ങനെ ഇപ്പോൾ ശുദ്ധി അങ്ങനെ പകുതിയാക്കാൻ കഴിയില്ലല്ലോ. കാരണം എത്ര ദിവസം ശുദ്ധി ഉണ്ടാകുക എന്നറിയില്ല. അതുകൊണ്ട് 2ാമത്തെ ശുദ്ധി പൂർത്തിയാക്കണം. 3ാമത്തെ ഹദ്ദിലേക്ക് പ്രവേശിക്കണം. അതോടുകൂടി അവളെ ഹദ്ദ് ഇദ്ദ തീരും. ഒക്കമാ തഅതദ്ദു ഹുറത്തും ബിമാ ദുക്കിറ, സ്വതന്ത്ര സ്ത്രീ മുകളിൽ പറഞ്ഞ കാലയളവിൽ ഇദ്ദയിരിക്കൽ നിർബന്ധമായതുപോലെ തഅതദ്ദു ഗൈറുഹ, സ്വതന്ത്ര സ്ത്രീ അല്ലാത്തവൾ ഇദ്ദയിരിക്കണം. ബിനിസ്ഫിൻ മിൻ ഇദ്ദത്തിൽ ഹുറത്തി, സ്വതന്ത്ര സ്ത്രീയുടെ ഇദ്ദയുടെ പകുതി കണ്ട്. എന്തുകൊണ്ട്? കാരണം മിക്ക ഹക്കാമുകളിലും സ്വതന്ത്ര സ്ത്രീൻ്റെ പകുതി മാത്രമേ ആർക്ക് വരുന്നുള്ളൂ? അടിമ സ്ത്രീക്ക് വരുന്നുള്ളൂ. ലിഅന്നഹാ നിസ്ഫ്, പകുതിയാണ്. ഫീ കസീരി മിനൽ ഹക്കാം, മിക്ക ഹക്കാം. ശിക്ഷയിൽ വരെ അങ്ങനെയാണല്ലോ. കള്ളുപിടിച്ചതിൻ്റെ ശിക്ഷ സ്വതന്ത്ര പുരുഷന് 80 ആണെങ്കിൽ അടിമക്കാണെങ്കിൽ 40, ഇങ്ങനെയാണുള്ളത്. അപ്പം എന്ത് ചെയ്യണം? കുമ്മിര തുഹുറുസാനി, 2ാമത്തെ ശുദ്ധിയെ പൂർത്തിയാക്കണം. കാരണം
3 ശുദ്ധി കൊണ്ട് ഇദ്ധരിക്കുന്നിടത്ത് 1.5 ശുദ്ധി എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ ശുദ്ധി പൂർത്തിയാക്കപ്പെടണം. ഇതിലായ ദഹറു നിസ്ഫുഹു ഇല്ലാ ബി ദുഹൂരി കുലിഹി. കാരണം പകുതി എന്നുള്ളത് മുഴുവൻ വെളിവാകുമ്പോഴല്ലേ മനസ്സിലാകൂ. ഇതിലായ ദഹറു നിസ്ഫുഹു, ശുദ്ധിൻ്റെ പകുതി മനസ്സിലാവില്ലല്ലോ, ഇല്ലാ ബി ദുഹൂരി കുലിഹി, മുഴുവനും വെളിവാകുമ്പോഴല്ലാതെ. അപ്പം പിന്നെ ഫലാബുദ്ധമിൻ ഇന്തിളാരിലായ ഉദദ്ദമു, രക്തം വരുന്നത് വരെ കാത്തിരിക്കൽ നിർബന്ധമാണ്. ശുദ്ധി കഴിഞ്ഞ് രണ്ടാമത്തെ ഹൈള് വരുന്നവരെ കാത്തിരിക്കണം. ഇനി നമുക്ക് പറയാനുള്ളത് ഒന്നും കൂടിയുള്ളൂ, ഗർഭിണിയുടെ ഇദ്ദ. ഇതുവരെ പറഞ്ഞിട്ടില്ല. അടിമ സ്ത്രീ ആയാലും സ്വതന്ത്ര സ്ത്രീ ആയാലും ഹയലുണ്ടാകുന്ന സ്ത്രീയാണെങ്കിലും ഗർഭമുള്ള സ്ത്രീ എന്ത് ചെയ്യണം? ഗർഭം പ്രസവിക്കൽ കൊണ്ടാണ് ഇദ്ദ പൂർത്തിയാക്കേണ്ടത്. താത്തദ്ദാനി എന്ന് പറഞ്ഞാൽ താത്തദ്ദു, താത്തദ്ദ എന്ന് പറഞ്ഞാൽ ഇദ്ദ ഇരുന്നു എന്നവിടെ. സ്വതന്ത്ര സ്ത്രീയും അടിമയും ഈ വഫാത്തിന് മരണത്തിൻ്റെ പേരിലോ വൈരിഹി, അല്ലെങ്കിൽ മരണമല്ല, തലാഖോ ഫസ്ഖോ ഇംഫിസാഖോ ബായിനായ തലാഖോ എന്തോ ആവട്ടെ, വൈൻഖാനത്ത തഹീദ് ഹൈദുണ്ടാകുന്ന സ്ത്രീയാണെങ്കിൽ പോലും ഇദ്ദയിരിക്കണം. ബിവദി ഹംലിൻ, ഗർഭം മുഴുവനും പ്രസവിക്കൽ കൊണ്ട്. ഹമലത്ത, അവർ രണ്ടുപേരും ഗർഭം ചുമന്നു. ഒരു സാഹിബിൽ ഇദ്ദത്തി, ഇദ്ദ ആർക്ക് വേണ്ടിയാണോ ഇരിക്കുന്നത് അയാൾക്ക് വേണ്ടി ഗർഭം ചുമന്നതാണ്. അങ്ങനെയുള്ള ആ ഗർഭത്തെ പ്രസവിക്കുക എന്നുള്ളതാണ് മാർഗം. പ്രസവിക്കണം എന്നല്ല, ഓപ്പറേഷൻ ചെയ്താലും മതി. ഓരോ മുതകത്തൻ ഈ ഹംല് വധയ്യ എന്ന് പറയുമ്പോൾ ഇനി അത് മാംസപിണ്ഡമാണെങ്കിൽ പോലും ഇദ്ദ തീരും. തത്തസബ്ബറു ലോ ബഖിയത്ത്, ആ മാംസപിണ്ഡം ബാക്കിയാവുകയാണെങ്കിൽ മനുഷ്യരൂപം പ്രാപിക്കും. അപ്പം അങ്ങനെയുള്ള മാംസപിണ്ഡമാണ് ഒരാൾക്ക് വരുന്നതെങ്കിൽ ഇദ്ദ തീരും. കുട്ടി തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ജനിക്കുമ്പോൾ ഗർഭം ഉണ്ടാവും, പിന്നെ പെട്ടെന്ന് അലസിയൊക്കെ പോകും. ഗർഭാലസനൊക്കെ കേട്ടില്ലേ? അങ്ങനെ ആയാലും മതി. വലവ് മുതുകത്തൻ. പക്ഷേ ലാബി ആൽബാദി അലക്കത്തിൻ, ഈ രക്തപിണ്ഡം ഒഴിവാകലെ കൊണ്ടെന്താവില്ല, ഗർഭം തീരൂല. കാരണം അത് രക്തമാണ്. ഈ രക്തത്തിനെ കുറിച്ച് ഗർഭം എന്ന് പറയില്ലല്ലോ. അതിന് മനുഷ്യൻ്റെ തുടക്കമാണോ അല്ലേന്ന് അറിയില്ല, രക്തമായതുകൊണ്ട്. മാംസപിണ്ഡമാകുമ്പോൾ നമുക്ക് തിരിയും അത് മനുഷ്യൻ്റെ തുടക്കമാണ്. അപ്പോൾ പിന്നെ അതായാലും മതി. ഈ ഗുളിക കുടിച്ചായിട്ട് ഒരാളെന്തായി അനുസരിപ്പിച്ചു, അപ്പോഴും ഇത് തീരും. അലക്കത്തും മുളുകത്തും, മനുഷ്യനെ അവൻ്റെ ശുക്ലം, സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ആദ്യം അലക്കത്താവുക, ശുക്ലത്തിൻ്റെ കളറ് മാറി രക്തമാവും. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോഴാണ് മാംസത്തിൻ്റെ ചെറിയൊരു കഷ്ണമായി മാറുക, ഒരു ചെറിയ പിടി ഭക്ഷണത്തിൻ്റെ, ഒരു ഉരുള ഭക്ഷണത്തിൻ്റെ വലുപ്പത്തിൽ. പിന്നെ അതിങ്ങനെ വലുതാവുകയും ചെയ്യുക. അപ്പോൾ മുളുകത്തിനെയാണ് ഒരു സ്ത്രീ പ്രസവിക്കുന്നത് എങ്കിലും, അലസി പോകുന്നത് എങ്കിലും, ഇനി ഒരു സ്ത്രീയെ തലാഖ് ചൊല്ലി, പലപ്പോഴും ഉണ്ടാകുന്ന വിവാദമാണ്, ഇപ്പോഴും നടക്കുന്നുണ്ട് വിവാദം. ഒരു സ്ത്രീയെ തലാഖ് ചൊല്ലി പ്രസവിക്കുന്നത് നമ്മൾ സാധാരണ കണക്കാക്കുന്ന അത്ര. ഒരാൾ തലാഖ് ചൊല്ലി വധു ചെയ്താൽ 6 മാസം കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നതൊക്കെ അയാളെ കുട്ടിയാണെന്നുള്ളതാണ്. 6 മാസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും പ്രസവിക്കുന്ന അയാളെ കുട്ടിയല്ല. ഒരു നിക്കാഹ് കഴിഞ്ഞിട്ട് 6 മാസത്തിന് മുമ്പ് ഒരു പെണ്ണ് പ്രസവിച്ചാൽ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ, അത് അയാളെ കുട്ടിയല്ല. എന്നാൽ 6 മാസം കഴിഞ്ഞ് പിന്നെ 9 മാസം വരെ എന്ന് കണക്കൊന്നുമില്ല. ചിലപ്പം 10 മാസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പം 12 മാസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 1 കൊല്ലം, 4 കൊല്ലം വരെ ഗർഭം പ്രസവിച്ചാൽ അത് അയാളതാണ്, അയാളെ കുട്ടിയാണ്. 4 മാസം വരെ ഉണ്ടാവാം. എന്താ പേര് ബുദ്ധിപരമായിട്ട് നമുക്ക് വലുതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ചില മൃഗങ്ങൾക്കൊക്കെ 2 കൊല്ലത്തെ ഗർഭം 6 മാസം കൊണ്ട് തീരുന്നുണ്ട്, ചിലപ്പോൾ 2 മാസം കൊണ്ട് ഇതൊക്കെ അല്ലാഹു തആല ഭൂമിയിൽ നടക്കുന്ന സംഗതികളാണ്. അപ്പോൾ മനുഷ്യൻ്റെ ചിലപ്പോൾ സാധാരണ 9 മാസമാണ്, ഇല്ല 9 മാസം 9 ദിവസം 9 മണിക്കൂർ 9 സെക്കൻഡ് എന്നൊക്കെ പറയല്. അത് സ്വാഭാവിക കണക്കാണ്. അത് 4 കൊല്ലം വരെ നീളാം. അതിൻ്റെ ഇടയ്ക്ക് നിക്കാഹൊന്നും കഴിയരുത്. അതിൻ്റെ ഇടയ്ക്ക് നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ആ നിക്കാഹിൻ്റെ വ്യക്തിൻ്റെ ആണ്. നിക്കാഹൊന്നും കഴിയാതെ തലാഖ് ചൊല്ലി അത് അങ്ങനെ കുട്ടിൻ്റെ ആയാൽ ആ പെണ്ണ് വിജയത്തിന് പോയി അവിഹിത ബന്ധത്തിലുണ്ടായി എന്നൊന്നും പറയാൻ ഈ തന്തക്കും ഈ തലാഖ് ചൊല്ലിയ ഭർത്താവിനൊന്നും അധികാരമല്ല, നാട്ടുകാർക്ക് അധികാരമല്ല. വിചാരാരോപണത്തിന് കുറ്റം കിട്ടും. നമുക്ക് അങ്ങനെയായിട്ട് പറയാനൊന്നും പറ്റില്ല. ഇദ്ദ ആർക്ക് വേണ്ടിയാണോ നിർവഹിക്കുന്നത് അയാളോട് ചേരും. യൽഹഖു അൽ വലതു, കുട്ടി ചേരും. അഥവാ
ആ കുട്ടി അയാളുടേതാണ്, പിതൃത്വം അയാൾക്കായിരിക്കും. ഇലാ അർബഇ സിനീന 4 കൊല്ലം വരെ മിൻ വഖ്തി തലാഖിഹി തലാഖ് ചൊല്ലിയത് മുതൽ. തലാഖ് ചൊല്ലിയത് മുതൽ എന്ന് പറഞ്ഞാൽ വഖ്ത് ചെയ്ത ഉടനെയാണ് തലാഖെങ്കിൽ കേട്ടോ. നമ്മൾ പറയുന്നത് വഖ്ത് മുതൽ എന്നാണ് പറയുന്നത്, തലാഖ് മുതൽ എന്നല്ല. തലാഖ് ചൊല്ലിയത് സമയം മുതൽ 4 കൊല്ലം വരെ. പക്ഷേ ലായി നത്തത്ത് ബിഹി ബാദ നിക്കാഹിൽ ഗൈരി ഇത് ഇദ്ദത്തി, ആർക്ക് വേണ്ടിയാണ് ഇദ്ദരിക്കുന്നത്? അയാൾ അല്ലാത്ത ഒരാൾക്ക് വേണ്ടി അവൾ വിവാഹിതയായതിനു ശേഷമാണെങ്കിൽ അല്ല. ലായി നത്തത്ത് ബിഹി, ഒരാൾ ഒരു സ്ത്രീ കുട്ടിയെ പ്രസവിച്ചാൽ ആ കുട്ടി ഇദ്ദരിക്കുന്ന പുരുഷൻ്റെതാകൂല. എപ്പോൾ പ്രസവിച്ചു? ബാദ നിക്കാഹിൻ, നിക്കാഹ് വിവാഹിതയായതിനു ശേഷം. ആർക്ക്? ഇത് ഗൈരിദിൽ ഇദ്ദത്തി, ആർക്ക് വേണ്ടിയാണ് ഇദ്ദരിക്കുന്നത്? അവനല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി. എന്ന് വെച്ചാൽ തലാഖല്ലേ, ഇദ്ദ കഴിഞ്ഞു, അവൾ വേറെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഒരിക്കലും ആദ്യത്തെ ഭർത്താവിൻ്റെതല്ല. ഇംകാനി യകൂന മിൻഹു, പിന്നെ 4 കൊല്ലമായാൽ അയാളിലേക്ക് ഇദ്ദയുടെ വ്യക്തി അല്ലാത്ത ആളെ കല്യാണം കഴിക്കുകയും ഇംകാനിൽ യകൂന മിൻഹു, അയാളിൽ നിന്നാകാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യണം. ബിയാൻ അത്തത്ത് ബിഹിൽ സിത്തത്തി അശ്വരിൻ, 6 മാസത്തിനുള്ളിലായിട്ട് അവൾ പ്രസവിച്ചു. ബാദ നിക്കാഹിഹി, 6 മാസത്തിൻ്റെ കാലയളവിൽ പ്രസവിച്ചു നിക്കാഹിന് ശേഷം. അങ്ങനെയാവണം. ഞാനൊരു പെണ്ണിന് തലാക്കല്ലേ, ആ പെണ്ണ് തലാക്കല്ലേ ഓളെ ഇദ്ദ കഴിഞ്ഞപ്പോൾ വേറെ ഭർത്താവിന് വിവാഹിതയായി. അങ്ങനെ വിവാഹിതയായി ഒരു ബന്ധപ്പെട്ടതിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ടാണ് കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ അത് ആ 2ാം ഭർത്താവിൻ്റെതാണ്. അല്ല കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് പ്രസവിച്ചാലോ അത് പിന്നെ നിക്കാഹ് കഴിഞ്ഞു എന്നുള്ളത് നോക്കേണ്ടത് ആദ്യത്തെ ഭർത്താവിൻ്റെ തന്നെയാണ്. അതാണ് ഈ പറയുന്നത്. ഇംകാനിൽ യകൂന മിൻഹു, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ആ ഇദ്ദൻ്റെ ഉടമസ്ഥല്ലേ, ഇദ്ദൻ്റെ ആളില്ലേ, ഇദ്ദരിക്കപ്പെടുന്ന ഇദ്ദൻ്റെ അവകാശില്ലേ, അയാളിൽ നിന്നാകാൻ സാധ്യതയും വേണം. അതെങ്ങനെ? ഇദ്ദയുടെ വ്യക്തി അല്ലാത്ത ആളിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയും വേണം. ബിയാൻ അത്തത്ത് ബിഹി, അങ്ങനെ സ്ത്രീ കുട്ടിയെ പ്രസവിച്ചു. അത്തത്ത് ബിഹി എന്നാണ് പ്രസവിച്ചു. ഇസ്തിത്ത് അശ്വരിൻ 6 മാസത്തിന് ശേഷം. ബാദ നിക്കാഹിന് ശേഷം, അയാൾ 2ാം ഭർത്താവ് നിക്കാഹ് ചെയ്തതിന് ശേഷം 6 മാസത്തിന് ശേഷം പ്രസവിക്കുമ്പോഴാണ് 2ാം കല്യാണം കഴിച്ച ആളുടേതാകാൻ സാധ്യത ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ അത് 1ാം ഭർത്താവിൻ്റെതല്ല. ഇനി ഇദ്ദ കഴിഞ്ഞോ ഇല്ലേ എന്ന വാദത്തിൽ തർക്കമുണ്ടായാൽ എന്ത് ചെയ്യും? ഇദ്ദ കഴിയുന്നതിന് മുമ്പാണെങ്കിൽ മടക്കിയെടുക്കാമല്ലോ, ഇദ്ദ കഴിഞ്ഞിട്ടാണെങ്കിൽ മടക്കിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ഭർത്താവ് എന്തായി, പെണ്ണിനെ മടക്കിയെടുത്തു. അപ്പോൾ പെണ്ണ് പറയുകയാണില്ല ഇദ്ദ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മടക്കിയെടുത്തത്. ഭർത്താവ് പറയണ ഇദ്ദ കഴിയുന്നതിന് മുമ്പാണ്. അവിടെ പെണ്ണിൻ്റെ വാദമാണ് സ്വീകരിക്കുക. തുസദ്ദഖുൽ മർഅത്തു, സ്ത്രീയുടെ വാദം കോടതി സ്വീകരിക്കും. ഫീ ദാബങ്കിള ഇദ്ദത്തിന്, ഇദ്ദ കഴിഞ്ഞു എന്ന വാദത്തിൽ. പക്ഷേ ആ ഇദ്ദ മാസങ്ങളല്ലാത്തത് കൊണ്ട് കേട്ടോ. മാസങ്ങൾ പിന്നെ എല്ലാവർക്കും കണക്ക് കിട്ടില്ല. എത്ര മാസം? 3 മാസം, 4 മാസം, 10 മാസമൊക്കെ. അപ്പോൾ അതല്ലാത്ത ശുദ്ധിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 3 ശുദ്ധി കൊണ്ട് കഴിയുന്ന ഇദ്ദ കഴിഞ്ഞു എന്നുള്ള വാദത്തിൽ. ഈ നംകൻ എങ്കളാവും, അത് കഴിയാൻ സാധ്യത ഉണ്ടെങ്കിൽ, അല്ലാതെ തലാഖല്ലാണ്ട് പിറ്റേന്ന് തന്നെ ഇദ്ദ കഴിയൊന്നുമില്ലല്ലോ, സാധ്യത വേണ്ടേ. ഒയിൻ ഹാലപത് ആദത്തഹ, അതിനൊക്കെ മുമ്പുള്ള അവളുടെ പതിവിന് വിപരീതമായിട്ടാണ് അവൾ വാദിക്കുന്നത് എങ്കിൽ പോലും, ഒയിൻ ഹാലപത്ത്, ആ സ്ത്രീയുടെ വാദം എതിരാണെങ്കിലും നേരത്തെയുള്ള പതിവ്, നേരത്തെയൊക്കെ സാധാരണ 3 ശുദ്ധി 3 ഹൈലൊക്കെ കഴിയൽ 5 മാസം കൊണ്ടാണെങ്കിൽ ഇപ്പം അവിടെ പറയാണ് അല്ല എനിക്ക് 3 മാസം കൊണ്ട് കഴിഞ്ഞിരിക്കണത്. എന്നിട്ട് കദ്ദബഹ സൗജു, എന്നിട്ട് എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഭർത്താവ് കളവാക്കി. എന്നാൽ പോലും കാരണം ഇത് അസ്റു അലിഹ ഇഖാമത്തുൽ ബയ്യിനത്തി ബിദാലിക, കാരണം അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് സാക്ഷികളെ നിർത്താൻ അവൾക്ക് സാധിക്കുമല്ലോ. അല്ല പ്രയാസമാവും. ഇപ്പം പെണ്ണ് പറഞ്ഞ് സ്വീകരിക്കണം എന്ന് പറയാൻ കാരണം എന്താ? പെണ്ണിൻ്റെ ആയതും ശുദ്ധിയൊക്കെ അവൾക്കല്ലേ അറിയാം, അതിനെങ്ങനെ സാക്ഷി നിർത്താൻ പറ്റുക? ഇത് അസ്റു അലിഹ, അവൾക്ക് പ്രയാസമല്ലേ ഇഖാമത്തുൽ ബയ്യിനത്തി ബിദാലിക, അതിനൊക്കെ സാക്ഷികളെ നിർത്തുക എന്നുള്ളത്. മാത്രമല്ല വലിയ അന്നഹ മുഅ്തമനത്തുൻ, സ്ത്രീയെ വിശ്വസിക്കപ്പെടേണ്ടതാണ്. അലാമാ ഫി റഹ്മിഹ, അവൾ ഗർഭപാത്രത്തിലുള്ള ഹൈലാണോ നിഫാസാണോ ഗർഭാണോ എത്ര ഹൈലുണ്ടായി, ഇത്തരം ഗർഭപാത്രത്തിലുള്ള വിഷയങ്ങളിലൊക്കെ അവളെയാണ് വിശ്വസിക്കപ്പെടേണ്ടത്. പിന്നെ ഇദ്ദ കഴിഞ്ഞു എന്ന വാദത്തിൻ്റെ സാധ്യത പറയുന്നുണ്ട്. ഈ നംകന ഇൻഖിലാഉഹ, ഇദ്ദ കഴിയാൻ സാധ്യതയുണ്ടെങ്കിൽ, ഈ സാധ്യത എന്നാണ് അത്രയും. ഇംകാനുൻ ഇൻഖിലാബിൽ വിദാത്തി, പ്രസവം കൊണ്ട് ഇദ്ദ കഴിയാനുള്ള സാധ്യത സിത്തത്ത് അശ്വരിൻ വലഹദത്താനി 6 മാസവും 2 സെക്കൻഡുമാണ്. നിക്കാഹ് കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടാൽ 6 മാസവും 2 സെക്കൻഡ് കഴിഞ്ഞ് ഒരു കുട്ടി പ്രസവിച്ചാൽ ആ കുട്ടി ആ നിക്കാഹിൻ്റെ ഭർത്താവിൻ്റെതാണ്. അബിൽ അഖറായി, ഹൈള് ശുദ്ധി എന്ന രീതിയിൽ ഹൈള് കഴിയാനുള്ള
മിനിമം സമയം ലിഹുറത്തിന് സ്വതന്ത്ര സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 3 ശുദ്ധി കഴിയണ്ടേ. തുല്യഖത്ത് ഫി തുഹരിൻ ശുദ്ധിയിൽ തലാഖ് ചെല്ലപ്പെട്ട ഒരു സ്വതന്ത്ര സ്ത്രീയാണെങ്കിൽ അവൾക്ക് എത്ര ദിവസം കഴിയണം? ഇസ്നാനി വസലാസുൻ യൗമൻ വലഹദത്താനി 32 ദിവസവും പിന്നെ 2 സെക്കൻഡുമാണ്. അപ്പോൾ ഹൈറിനാണ് തലാഖില്ലെങ്കിൽ അപ്പം 3 ശുദ്ധി കഴിയണ്ടേ. അത് സബഅത്തും വറബന യൗമൻ വലഹദ 47 ദിവസവും 1 സെക്കൻഡുമാണ്. അപ്പോൾ ഒരു പെണ്ണ് തലാഖ് ചെല്ലപ്പെട്ട പെണ്ണ് ഇത് കഴിഞ്ഞണോ അല്ലേ എന്നുള്ള തർക്കം ഹൈറുണ്ടാകുന്ന പെണ്ണാണ്. അപ്പോൾ ഹൈറുണ്ടാകുന്ന പെണ്ണാകുമ്പോൾ ഹൈറിൻ്റെ സമയത്താണോ തലാഖ് ചെല്ലിയത്, ശുദ്ധിൻ്റെ സമയത്താണോ തലാഖ് ചെല്ലിയത് നോക്കണം. ശുദ്ധിയുള്ള സമയത്താണ് തലാഖ് ചെല്ലിയതെങ്കിൽ അവിടെ ഹൈദ് കഴിയാൻ ഏറ്റവും ചുരുങ്ങിയത് എത്ര ദിവസം പിടിക്കും? ശുദ്ധിൻ്റെ സമയത്താണെങ്കിൽ 32 ദിവസവും സെക്കൻഡും പിടിക്കും. കാരണം ഏറ്റവും ചുരുങ്ങിയ ഹൈദ് ഒരു ദിവസമല്ലേ. ഏറ്റവും ചുരുങ്ങിയ ഹൈദ് ഒരു ദിവസമല്ലേ. പിന്നെ ഏറ്റവും ചുരുങ്ങിയ ശുദ്ധിയോ 15 ദിവസവും. അപ്പോൾ 32 ദിവസം കൊണ്ട് കഴിയാലോ. 3 ശുദ്ധി അങ്ങനെ കഴിയാലോ. ഹൈദിന് ശേഷം ഒറ്റ ദിവസം ഉണ്ടായിട്ടുള്ളൂ എന്ന് വെക്കുക. പിന്നെ 15 ദിവസം ശുദ്ധി കഴിഞ്ഞിട്ട് പിന്നെ 16ാമത്തെ ദിവസം വീണ്ടും ആയതുണ്ടായി. പിന്നെ 17ാമത്തെ ദിവസം ആയതുണ്ടായി. പിന്നെ പിറ്റത്തെ ദിവസം വീണ്ടും ആയത് തുടങ്ങി 15 ദിവസമായി. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ എടുക്കുകയാണെങ്കിൽ 32 ദിവസം മതി. ആയതിൻ്റെ സമയത്താണെങ്കിലോ 47 ദിവസവും വേണ്ടി വരും. നിങ്ങളെല്ലാവരും ഒന്ന് കണക്ക് കൂട്ടി നോക്കുക കേട്ടോ. ഫായിദത്തുൻ ഇതൊരു പോയിൻ്റാണ്. എംബഗി തഹരീഫിന് മറുഅത്തിൽ അങ്കത ഇദ്ദ കഴിഞ്ഞു എന്നുള്ള പെണ്ണിൻ്റെ വാദത്തിന് അവളെ സത്യം ചെയ്യിപ്പിക്കൽ അത്യാവശ്യമാണ്. ഭർത്താവ് കഴിഞ്ഞില്ല എന്ന് വാദിക്കുമ്പോഴും പെണ്ണ് കഴിഞ്ഞു എന്ന് വാദിക്കുമ്പോഴും സത്യം ചെയ്യിപ്പിക്കൽ എന്താണ്? നിർബന്ധമാണ്. എൻ്റെ ഹാദ് കഴിഞ്ഞിട്ടുണ്ട് അല്ലാഹി എന്ന് പറഞ്ഞ് സത്യം ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ്. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.